ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇൻഡെക്സുകളത് മാക്സിമം ലെവലിൽ പോയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ഇതുപോലെ ക്രോസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തിയിട്ടില്ല, അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യും. ഇതുപോലെ നല്ല കൺസോൾട്ടേഷനാണ്, നല്ല ഇടിവൊക്കെ വരേണ്ടതാണ്. ഇതിവിടെ ചെറിയൊരു ഒരു റെഡ് ക്യാൻഡിൽ മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. ഇവിടെ അതുപോലെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ മുകളിൽ തന്നെ കൺസൾട്ടേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത് മാർക്കറ്റ് ഇടിയുകയോ അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ക്രോസിങ് കൊടുക്കുകയോ ചെയ്യാതിരുന്നത്? നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞ് വരേണ്ടതാണ്. ഇവിടെ നമ്മുടെ നിഫ്റ്റിക്ക് വലിയ ചാഞ്ചാട്ടമൊന്നും ഇല്ലായിരുന്നെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഇന്ന് രാവിലത്തെ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ തെറ്റിപ്പോയി. ബിക്കോസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ഒരു ട്രേഡിംഗ് കഫേയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം, തെറ്റ് വരാതിരിക്കാം. ദെൻ നമ്മളല്ലാണ്ട് ഇൻഡിവിജ്വൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ചിരിക്കാതെ ഒരാളുടെ ഇൻഫർമേഷൻ ഒരാൾ പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ ആ ഒരു പൊസിഷൻ അല്ല എന്ന് പറയാനായിട്ട് പറ്റുമെങ്കിൽ അത് വളരെ ബെറ്ററാണ്. കാരണം ഇതിവിടെ ഇത് കണ്ടോ, ബോർഡ് ലൈനിലാണ് ടച്ച് ചെയ്ത് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നത്. ഇത് ബോർഡ് ലൈൻ ലെവൽ ട്രേഡാണ് ആക്റ്റീവ് ആയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, ബോർഡ് ലൈനിലാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇതാണ് ആ കൺഫ്യൂഷന് ഇടയാക്കിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ലെവൽ എന്നാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കരുതപ്പെടണം. ഇതും ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തത് അത് കാരണം ഇത് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ രണ്ടും ബോർഡ് ലൈൻ, ഇതിന് നമുക്ക് ബോർഡ് ലൈൻ എന്നോ വിളിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലെന്നോ വിളിക്കാം, രണ്ടിലും പെടുന്നതാണ്. പക്ഷേ അത് രണ്ട് ക്യാൻഡിൽസേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള ഒരു ക്യാൻഡിൽസും അത് ഫസ്റ്റ് ലെവലെന്ന് കരുതാനായിട്ട് ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് സെക്കൻഡ് ലെവലിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഫസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആദ്യം ഞാൻ ഒരു ട്രെൻഡ് ഞാൻ പറയുമ്പോൾ നിങ്ങളും അത് തന്നെയാണോ നോക്കിയിട്ട് പറയണം. ഞാനിപ്പോൾ ഒരു ട്രെൻഡ് പറയുമ്പോൾ അതിനുള്ള റീസൺ കൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പം മനുഷ്യരല്ലേ, നമ്മളിപ്പോൾ ഞാൻ കരുതുന്ന പോലെ തന്നെ നിങ്ങൾ കരുതണം എന്നില്ല, കാരണം നമ്മൾ റോബോട്ടല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല മാഡം, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കാം. കാരണം എന്നോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു, കാരണം ഇത് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തതല്ലേ എന്നുള്ളത് ചോദിച്ചിരുന്നു. ശരിയാണ്, ഞാൻ അപ്പോഴാണ് അതിനെപ്പറ്റിയും ചിന്തിക്കുന്നത്. ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തതാണ്, ഇത് രണ്ടും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് 4 എണ്ണം വേണം, അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും വേണം. കാരണം ഇത് 3 എണ്ണം കൺഫേംഡ് അല്ലായിരുന്നു. ഇത് രണ്ടും ഓക്കെ ആയിട്ട് നമുക്ക് കരുതാം, പക്ഷേ ഇത് മറ്റൊരെണ്ണം കൺഫേംഡ് അല്ല. ഇത് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ട് കരുതാൻ പറ്റില്ല. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇവിടെയും ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെ കരുതാൻ പറ്റില്ല. ഇവിടെ 2 എണ്ണം ആണെങ്കിലും ഓക്കെ, പക്ഷേ 2 എണ്ണം ഓക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 എണ്ണം സംഭവിച്ചു എന്ന് കരുതി ചാടി കയറണ്ട. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു മന്തിലെ ഡേറ്റയെങ്കിലും വെച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്താലേ അത് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെയ്തനുസരിച്ച് വരുമ്പോഴത്തേക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അതിപ്പോൾ നിഫ്റ്റിയിൽ 2 എണ്ണേ ഓക്കെ പറയുന്നുള്ളെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും 2 എണ്ണം ഓക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് അപ്രൂവൽ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ 2 എണ്ണം ഓക്കെ ആയിരുന്നു, ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് 2 റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരെണ്ണം ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇത് ഫസ്റ്റ് ലെവലിലാണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു 10-30 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തതായിട്ട് കരുതപ്പെടേണ്ട. ഇത് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓക്കെയാണ്. അപ്പോൾ 3 എണ്ണം ഓക്കെ ആയിരുന്നു. പക്ഷേ ഒരെണ്ണം കൂടി ഓക്കെ ആണെങ്കിൽ നമുക്കത് പറയാം. ഇത് ബോർഡ് ലൈൻ്റെ ഉള്ളിൽ നിന്നാണ് റിജക്റ്റ് ചെയ്തതായിട്ട് കരുതപ്പെടുന്നത്, അല്ലാണ്ട് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടില്ല. ഇതും നല്ല ഗ്യാപ്പുണ്ട്, ഇവിടെയും നല്ല ഗ്യാപ്പുണ്ട്, ഉള്ളിൽ നിന്നാണ് വന്നേക്കുന്നത്. സോ നമുക്കിതിനെ ഒരു ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത ഫോമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ളൊരു ട്രേഡല്ല. ഇത് നമുക്ക് നമ്മളുടെ ബോർഡ് ലൈൻ പ്രകാരം കിട്ടുന്നൊരു ട്രേഡല്ല ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ദെൻ അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം വേറെ എവിടെയെങ്കിലും സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ടോ? കാരണം അതേ പോയിന്റിൽ ഇവിടെയും സെക്കൻഡ് ലെവൽ ടച്ച്, 10 പോയിൻ്റ് ഡിഫറൻസ് ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഇതും ഒരു സെക്കൻഡ് ലെവൽ ടച്ചിങ് ആയിട്ട് തന്നെ കരുതാം, അത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സോ അവിടെ ഓക്കെ നമുക്ക് പറയാം. അവിടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരുപോലെ 3 എണ്ണം ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പുറത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 3 എണ്ണമെങ്കിലും ഒരേ ഗ്രാഫിൽ തന്നെ ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്രൂവൽ കൊടുക്കാം. സോ ഇവിടുന്ന് നല്ലൊരു സി പൊസിഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എത്രാമത്തെ ക്യാൻഡിലാണ്? 1 2 3 4 5 6 7 8 8ാമത്തെ ക്യാൻഡിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു 7ാമത്തെ ക്യാൻഡിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരേപോലെ വന്നിട്ടുണ്ട്. സോ ഈ സമയത്ത് നമുക്ക് 7ാമത്തെ ക്യാൻഡിലാണ് നമ്മളത് മനസ്സിലാക്കുന്നതെങ്കിൽ 8ാമത്തെ ക്യാൻഡിൽ തൊട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. 8ാമത്തെ ക്യാൻഡിലെന്ന് പറയുമ്പോൾ സിയുടെ 8ാമത്തെ ക്യാൻഡിൽ 1 2 3 4 5 6 7 8 ഈ ക്യാൻഡിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് 80 രൂപയുടെ ട്രേഡാണ്. അത് പോയിരിക്കുന്നത് എത്ര വരെ? 100 വരെയാണ് പോയേക്കുന്നത്.
ഓക്കെ. അപ്പോൾ അത് എത്ര പോയിൻറ്റ് 20 പോയിൻറ്റ്സ് അല്ലേ? അപ്പോൾ നമുക്കൊരു ഏകദേശം 25% റിട്ടേൺ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ. ദെൻ അപ്പോൾ അങ്ങനെ നമുക്ക് 25% റിട്ടേൺ ഇതുപോലെ ഒരുപോലെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉറപ്പ് പറയാനായിട്ട് പറ്റും. ഇത് ഉറപ്പല്ലായിരുന്നു, കാരണം ബോൾ ആൻഡ് ടച്ച് റിജക്റ്റ് ചെയ്തു, ബോൾ ആൻഡ് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തു, 2 എണ്ണേ ഉള്ളൂ. പക്ഷേ നമുക്കതിനകത്ത് സി സംഭവിക്കുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ പിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് ടച്ച് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു, പക്ഷേ ബാക്കിയുള്ളതൊന്നും ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടില്ല. അതും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അതൊരു മിസ്റ്റേക്കാണ്. അപ്പം അത് ഞാനിപ്പോൾ ഒരു റീസൺ പറഞ്ഞിട്ട് പറയാം. അപ്പോഴത്തേക്ക് നിങ്ങൾ അത് തന്നെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിൽ കൺഫേം ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. ഇതിപ്പം നമുക്ക് പറയാനായിട്ട് ഇവിടെ ഒരു ട്രേഡ് ഇല്ലായിരുന്നു, ഇവിടെ ഓക്കെ ആയിരുന്നു. ഇവിടെ സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്, 7ാമത്തെ ക്യാൻഡിൽ. ദെൻ ഇവിടെ സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെക്കൻഡ് ലെവൽ വരുന്നുണ്ട്. സോ 3 എണ്ണം ഓക്കെയാണ്. ഇപ്പുറത്തും കൂടെ കൺഫർമേഷൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതേ സമയം അവിടെയും സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഒരെണ്ണേ ടച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 3 എണ്ണം ഓക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പുറത്തേക്ക് നോക്കണം എന്നില്ല. പിന്നെ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്കും കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 എണ്ണം നമ്മളുടെ ഒറ്റ ഗ്രാഫിൽ, അതായത് നിഫ്റ്റിയുടെ ഒരു ഗ്രാഫിൽ 3 എണ്ണം ഓക്കെ പറയുന്നെങ്കിൽ ഓക്കെയാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഗ്രാഫിൽ 3 എണ്ണം ഓക്കെ പറയുന്നെങ്കിൽ ആ ട്രേഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ 2 എണ്ണേ പറയുന്നുള്ളെങ്കിൽ അപ്പുറത്തും 2 എണ്ണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ഇവിടെ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു ഫോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇനിയൊരു സിക്ക് വലിയ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് ഇനിയൊരു സിക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്നത്? ഇതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി സി പോകാനായിട്ട് എങ്ങോട്ട് പോകാനാണ്? അതിനൊരു ലൈനില്ല ഇവിടെ. അതാണ് സി സംഭവിക്കില്ല എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് നോക്കിക്കേ, ഈ സിയുടെ ഗ്രാഫ് കണ്ടോ, ഇത് എത്രയാണ് മാക്സിമം പറഞ്ഞത്, അത് അവിടെ നിന്നും ക്രോസ് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇനി മുകളിലേക്ക് പോകാൻ ഇടമില്ല ഇതിന്. അതുപോലെ പി നമ്മൾ മാക്സിമം പറഞ്ഞ് ഇവിടെയാണ്, എന്നിട്ട് അവിടെ തന്നെ കിടന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇത് നോക്കുക, ഈ പിയുടെ ഗ്രാഫും ക്രോസ് ചെയ്തു, ഇതും ക്രോസ് ചെയ്തു, എല്ലാം ക്രോസ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട, നിഫ്റ്റിയുടെ എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്ന ലൈൻസ് എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ലൈനെങ്കിലും ക്രോസ് ചെയ്യാതെ നിൽക്കും. അതാണ് നമ്മളുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി. നോക്കിക്കേ, നമ്മളുടെ ഇവിടെ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊരു നോക്കിക്കേ, ഇത് ക്രോസ് ചെയ്തു, ദെൻ ഇത് ക്രോസ് ചെയ്തിട്ടില്ല, ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാതെ നിൽക്കുന്നു എന്ന് പറയാനായിട്ട് ഇത് കണ്ടോ, ഇവിടെ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുക. കാരണം ഇനി ക്രോസ് ചെയ്യാനായിട്ടുള്ളത് ഈ 2 ഗ്രാഫുകൾ മാത്രമേ ക്രോസ് ചെയ്യാനായിട്ടുള്ളൂ. ഞാനിത് പെയ്ഡ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അത് 2 എണ്ണം മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പുറത്ത് അവിടെ തന്നെ നിന്ന് സെക്കൻഡ് ലെവലിൽ തന്നെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നോക്കുക, അവിടെ ഒരുമിച്ച് വന്ന പൊസിഷൻ എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു പൊസിഷൻ വന്നിരുന്നു, ഇവിടെ ഒരു പൊസിഷൻ ഒരുമിച്ച് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ 25% റിട്ടേൺ ഒന്നും തന്നിട്ടില്ല, 10-15% റിട്ടേൺ മാത്രം തന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് ഇത് വലിയ ഫോൾ ഉണ്ടായില്ല, വലിയ ഫോൾ പ്രതീക്ഷിച്ചിട്ട് എന്തുകൊണ്ട് വലിയ ഫോൾ ഉണ്ടായില്ല എന്ന് നോക്കിക്കേ. കാരണം നമുക്ക് 4 എണ്ണം കൺഫേം ചെയ്യണമല്ലോ, 4 അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും കൺഫേം ചെയ്യണം. പക്ഷേ അതെ ബാങ്ക് നിഫ്റ്റിനെ നോക്കിക്കേ, ഇതൊരെണ്ണം കൺഫേംഡ് ആണ്, അത് സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, അതേസമയം ഇത് സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, ഇത് 2 എണ്ണം കൺഫേംഡ് ആയിരുന്നു, സെക്കൻഡ് ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇടിയാനും ഇവിടുന്ന് നല്ല രീതിയിൽ കയറാനും ചാൻസ്. ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇത് സെക്കൻഡ് ലെവലിൽ വന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതേസമയം ഇതും സെക്കൻഡ് ലെവലിൽ വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് നല്ല മുകളിലേക്ക് നല്ലൊരു കയറ്റം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതേസമയം ബാക്കിയുള്ളതും കൺഫേം ചെയ്യണമല്ലോ. 2 എണ്ണേ കൺഫേംഡ് ആയിട്ടുള്ള സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന, വേറെ ഒന്നും ഇവിടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നില്ല, ഇവിടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നില്ല. അപ്പോൾ ആദ്യം ആ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ 2 എണ്ണേ കൺഫേം ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം കൺഫേം ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പുറത്തെങ്കിലും 2 എണ്ണം കൺഫേം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഒരെണ്ണം ഏകദേശം കൺഫേംഡ് ആണ് ഇവിടത്തേക്ക് വരുന്നത്. പക്ഷേ അല്ലാണ്ട് വേറെ ഒന്നും നമുക്കിവിടെ കൺഫേം ചെയ്യുന്നില്ല. നോക്ക്, ഇതൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കണ്ടോ. ഇതേസമയം ഇത് ഇവിടെ നിൽക്കുകയാണ്, സെക്കൻഡ് ലെവലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിലൊന്നും കൺഫർമേഷൻ ഇല്ല, ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൺസോൾട്ടേറ്റ് ചെയ്ത് പോയത്. നമുക്ക് 3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് ഒരു ഫിക്സ്ഡ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇത് 2 എണ്ണം മാത്രം കൺഫേം ചെയ്തുകൊണ്ട്
അങ്ങനെ തന്നെ പോയി. അത് ആ കൺസോൾട്ടേഷൻ അങ്ങനെ തന്നെ പോയി. വലിയ വലിയ ഹൈക്ക് ഉണ്ടാവില്ല. ഹൈക്ക് ഉണ്ടാകാനുള്ള ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇനി ഇത് ഇവിടുന്ന് ക്രോസ് ചെയ്യില്ലേ, ഇത് ഇവിടുന്ന് ക്രോസ് ചെയ്താലേ ഹൈക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് അങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ. എല്ലാ ഗ്രാഫുകളും ക്രോസ് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിസ്ക് ആണെന്ന്. കാരണം അതിന് വേറൊരു ലെവൽ ഉണ്ടെങ്കിലല്ലേ അത് അവിടം വരെ പോകും, നിങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തുള്ളൂ. വേറൊരു ലെവലില്ല. മാക്സിമം ഈ ഇത്രയേ വരത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഗ്രാഫിലെങ്കിലും വന്ന് എൻഡ് ചെയ്യും. അല്ലാണ്ട് അവിടുന്ന് ക്രോസ് ചെയ്യാൻ സാധ്യതയില്ല. അവിടെ തന്നെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് നല്ല ഫോള്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ആകെ ഒരു ലെവൽ മാത്രമേ ഇവിടെ ഒരു ചെറുതായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് 25% റിട്ടേൺ മുകളിൽ കൊടുത്തിട്ടുണ്ട്. തന്നെ പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വലിയ റിട്ടേൺസ് ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം വേറെ ലെവലൊന്നും ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് കൺസോൾട്ടേഷൻ സംഭവിച്ചു. ഇപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസമാണ് കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ക്രോസിങ് സംഭവിക്കും. അത് നിങ്ങൾ നോക്കിക്കോളും, നല്ല റിട്ടേൺ കിട്ടും. അതായത് 10x 1000% റിട്ടേൺ. അതായത് നിങ്ങൾ 10,000 ഇട്ടാൽ 1 lakh കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 1,000 ഇട്ടാൽ 10,000 കിട്ടുന്ന രീതിയിലുള്ള റിട്ടേൺ അടുത്ത ദിവസം തന്നെ സംഭവിക്കും. അത് ക്രോസിങ് തന്നെ സംഭവിക്കും. അത് നമുക്ക് ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ക്രോസിങ് ആണോ അല്ലോ എന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ക്രോസിങ് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് പറയാം. അതുപോലെ തന്നെ രാവിലെ ഞാൻ ലെവൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഞാൻ റീസൺ പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ റീസൺ തന്നെയാണ് നിങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. പിന്നെ നാളെ നമ്മളൊരു ട്രിപ്പിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ട്രേഡ് നോക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അപ്പോഴൊക്കെ ഞാൻ ലെവൽ കാണുകയാണെങ്കിൽ മാത്രം ഈ 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ ട്രേഡ് നോക്കിയാൽ മതി. അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, അത് നമ്മളെയും തെറ്റിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, 9:30 നോക്കുക, 9:45 നോക്കുക. അപ്പോൾ 9:45 നോക്കി അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ട്രേഡ് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം 10 മണിയാകുമ്പോൾ നോക്കുക. 10 മണിക്ക് 1 മിനിറ്റ് മുന്നേ ഉള്ളപ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ട്രേഡ് ആക്റ്റീവ് അല്ലെങ്കിൽ അടച്ചു വെച്ചേക്കുക. 10:15 10:15 1 മിനിറ്റ് മുന്നേ നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാതെ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ലെവൽ ആക്റ്റീവ് ആയതുപോലെ തോന്നും. ഇതിപ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ വളരെ ബെറ്ററാണ്, നമ്മൾ ലോസിലേക്ക് പോകാതിരിക്കും. കാരണം അടുത്ത ഇടയിൽ തന്നെ നല്ലൊരു നമുക്കൊരു ലെവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാപിറ്റലൊന്നും നശിപ്പിക്കാതെ നോക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ലെവൽസ് വേണ്ടവർ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.